ഹലോ, എന്താടി ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്? അവധിയുള്ള ഒരു ദിവസം മനുഷ്യനെ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ലേ നീ? എടി കാത്തു, കിച്ചുവേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങേർക്ക് കഴിക്കാൻ ഏതാണ്ട് ഉണ്ടാക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞു. ദേവകി ചേച്ചി ഇന്ന് വരില്ലാത്രേ, അവർക്കൊരു എമർജൻസി. എടി പെണ്ണെ, അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടത്? നിന്റെ സാൻ ഫ്രാൻസിസ്കോ അല്ലേ, തന്നെത്താൻ ഉണ്ടാക്കി കൊടുത്താൽ മതി. കാത്തു പ്ലീസ് ഒന്നു വാടി. എല്ലാം വായിൽ കൊള്ളാത്ത പേരാ, ഇതൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ? എന്നെ ഒന്ന് വന്ന് സഹായിക്കടി. നിന്നോടല്ലാതെ ഞാൻ വേറെ ആരോടാ ഇതൊക്കെ പറയാ? ഓ മതി മതി, അധികം ഡ്രാമ ഇറക്കല്ലേ മോളെ. ഞാനിത് അങ്ങോട്ട് എത്തിക്കോളാം. തന്നെ കൊണ്ട് ഇത് തനിയെ ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കിയ നന്ദിത തൻ്റെ ഉറ്റ സുഹൃത്തായ കാവേരിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. അതെ, അതവളാണ് നന്ദിത, ഇച്ചുവിൻ്റെ സ്വന്തം നന്ദിത. അവളുടെ 17ാമത്തെ വയസ്സിൽ അവളുടെ അച്ഛനും അമ്മയും ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. അന്ന് തൊട്ട് നന്ദിത ഇല്ലത്താണ് താമസം. അല്ല, അതിനു മുൻപും അവൾ അവിടെ തന്നെ ആയിരുന്നു. ഇല്ലത്തെ മുത്തശ്ശിക്കും മുത്തശ്ശനും എന്ത് സഹായത്തിനും അവളും കാവേരിയും ഉണ്ടാകുമായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്കും അവർ രണ്ടുപേരും വെറും പണിക്കാരുടെ മക്കളായിരുന്നില്ല. സ്വന്തം കൊച്ചുമക്കളെ പോലെയാണ് അവർ അവരെ കണ്ടിരുന്നത്. അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് ആ വീട്ടിൽ ഉണ്ടായിരുന്നു. കാവേരിയുടെ അമ്മ ഒരു അങ്കണവാടി ടീച്ചറും അച്ഛൻ ഇല്ലത്തെ പണിക്കാരനുമാണ്. ഇല്ലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. 10 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള സമ്പത്തുണ്ട് ഇല്ലത്ത്. എന്നിട്ടും ആ വൃദ്ധ ദമ്പതികൾക്ക് അനാഥരെ പോലെ ജീവിക്കാനാണ് വിധി. കൊച്ചുമക്കൾക്ക് നൽകേണ്ട കരുതലും വാത്സല്യവും അവർ നന്ദിതയ്ക്കും കാവേരിക്കും ആവോളം നൽകി. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വീഡിയോ കോളിൽ വരുന്ന അവരുടെ കൊച്ചുമക്കളെ അവർക്ക് സുപരിചിതമാണ്. അതിൽ ഒരിക്കൽ പോലും നേരിൽ കാണാത്തവരും ഉണ്ട്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും നിരന്തരമായ അഭ്യർത്ഥനയുടെ ഫലമായി ഈ വെക്കേഷനിൽ എല്ലാവരും നാട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അവരെല്ലാം എത്തുന്നതിന് മുൻപേ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതിനാൽ കിച്ചു നേരത്തെ ഇങ്ങു പോന്നു. കൈകളും കാലുകളും വിരിച്ചുവെച്ച് മലർന്നു കിടന്നുറങ്ങുന്ന കിച്ചുവിനെ നോക്കി ഇരിക്കുകയായിരുന്നു മുത്തശ്ശി. കണ്ണുകൾ എന്തിനോ അറിയാതെ നിറഞ്ഞു. മുത്തശ്ശി അവൻ്റെ തലയിൽ ഒന്ന് പതിയെ തലോടി. അലസമായി കിടന്ന മുടി കൈകൾ കൊണ്ട് ഒതുക്കി വെച്ചു. നെറ്റിയിൽ ഒരു നേർത്ത തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ കിച്ചു പതിയെ കണ്ണുകൾ തുറന്നു. പെട്ടെന്ന് അരികിലിരിക്കുന്ന മുത്തശ്ശിയെ കണ്ടപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത്. അവൻ ചാടി എഴുന്നേറ്റിരുന്നു. മുത്തശ്ശി, വയ്യ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി വന്നോ? അതിനു തക്കം വയ്യായികയൊന്നും എനിക്കില്ലടാ. എടി കള്ളി, അപ്പോൾ ഞങ്ങളെല്ലാവരെയും പറ്റിക്കുകയായിരുന്നല്ലേ? കണ്ണടയ്ക്കുന്നതിന് മുൻപ് നിങ്ങളെല്ലാം ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം കൊണ്ട് ഈ കിളവനും കിളവിക്കും കള്ളന്മാരാവേണ്ടി വന്നു. മുത്തശ്ശി ഒരു നേർത്ത സ്വരത്തിൽ പറഞ്ഞു. അയ്യേ, അപ്പോഴേക്കും അത് സീരിയസ് ആയി എടുത്തോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എൻ്റെ പൊന്നു ഭാരതി അമ്മൂമ്മേ. കിച്ചു മുത്തശ്ശിയെ ഇറുകെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. ഒന്നു പോടാ, അവൻ്റെ ഒരു തമാശ. ഇത്രയും നാൾ ഞാനും നിൻ്റെ മുത്തശ്ശനും ഇവിടെ എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് പിന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നിങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ എൻ്റെ പൊന്നു മുത്തശ്ശി? കിച്ചു മുത്തശ്ശിയുടെ കവിളിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു. ശരിയാ, നിങ്ങൾ ഒരു കുറവും വരുത്തിയിട്ടില്ല, നിങ്ങളുടെ കുറവൊഴികെ. ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് മുത്തശ്ശി ബെഡിൽ നിന്നും എഴുന്നേറ്റ് പുറം തിരിഞ്ഞു നിന്നു. മുത്തശ്ശിക്ക് പിന്നാലെ കിച്ചുവും ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൻ പിന്നിലൂടെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് തോളിൽ താടി ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഇങ്ങനെ സെൻറ്റി ആവല്ല എൻ്റെ ഭാരതി അമ്മയെ. ഇനി ഞാൻ ഈ ഭാരതി അമ്മയെ വിട്ടിട്ട് എവിടെയും പോകുന്നില്ല. മതിയോ? എന്താ കുട്ടി നീ ഈ പറയുന്നത്? നീ ഇനി തിരികെ പോകുന്നില്ല എന്നാണോ? മുത്തശ്ശി ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു. അതേ മുത്തശ്ശി, ഞാനിനി ഈ നാടും വീടും വിട്ട് എവിടെയും പോകുന്നില്ല. എനിക്കിനി ഇവിടെ ജീവിച്ചാൽ മതി, മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കൂടെ. എൻ്റെ കാവിലമ്മേ, ഒരാൾക്കെങ്കിലും നീ നല്ല ബുദ്ധി കൊടുത്തല്ലോ. ഇത്രയേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഇന്ന് തന്നെ കാവിലൊരു വിളക്ക് വയ്ക്കണം. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ എനിക്ക് കഴിക്കാൻ വല്ലതും കിട്ടുമോ? നല്ല വിശപ്പ്. വയറിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് കിച്ചു പറഞ്ഞു. നിനക്ക് വേണ്ടുന്നതെല്ലാം താഴെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഒന്ന് കുളിച്ച് റെഡിയായി താഴേക്ക് വന്നാൽ മാത്രം മതി. ശരി മുത്തശ്ശി, ഒരു 5 മിനിറ്റ്, ഞാൻ ഇതാ വന്നു. അതും പറഞ്ഞുകൊണ്ട് കിച്ചു തൻ്റെ സൂട്ട് കേസ് തുറന്ന് മാറാനുള്ള വസ്ത്രവും ഒരു ടവലും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. മുത്തശ്ശി താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. നന്ദു, കാത്തു, കഴിക്കാനുള്ളത് എടുത്തു വച്ചോളൂ കേട്ടോ, അവനിപ്പോൾ വരും, മുത്തശ്ശി അവരോടായി ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ അടുക്കളയിലാവട്ടെ നന്ദുവും കാത്തുവും
പരക്കം പാച്ചിലിലാണ്. ഹോ, ഈ യൂട്യൂബില്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടും തെണ്ടിപ്പോയേനെ അല്ലേടി കാത്തു, നന്ദു പറഞ്ഞു. പിന്നെ അല്ലാതെ. നോക്കിടി, ഒരു അമേരിക്കൻ റെസ്റ്റോറൻറ്റിൽ പോയ പോലുണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ തന്നെയാണോ ഉണ്ടാക്കിയേ? ഇനി നിന്റെ സാൻ ഫ്രാൻസിസ്കോ ഇത് കഴിച്ചിട്ട് എന്താണാവോ പറയാൻ പോകുന്നത്. ഉണ്ടാക്കിയതെല്ലാം ട്രേയിലാക്കിക്കൊണ്ട് ഹാളിലേക്ക് നടക്കുമ്പോൾ നന്ദുവിൻ്റെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് കാത്തു പറഞ്ഞു. സ്റ്റെപ്പിറങ്ങി ആരോ താഴേക്ക് വരുന്നത് കണ്ട നന്ദു കയ്യിലുണ്ടായിരുന്ന ട്രേ ടേബിളിൽ വെച്ചിട്ട് അടുക്കളയിലേക്ക് ഓടി. ഭക്ഷണങ്ങളെല്ലാം ടേബിളിൽ ക്രമീകരിച്ചതിന് ശേഷം കാത്തുവും അടുക്കളയിലേക്ക് പോയി. കാത്തു അടുക്കളയിലെത്തിയപ്പോൾ ഫ്രിഡ്ജിൻ്റെ മൂലയ്ക്ക് പതുങ്ങിയിരിക്കുന്ന നന്ദുവിനെയാണ് കണ്ടത്. അവൾ നന്ദുവിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നു. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, എന്താ നിന്റെ പ്രശ്നം? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അയാളെ ഒരു നോക്ക് കാണണം, പറ്റിയാലൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് പമ്മിയിരിക്കുകയാണോ? ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കാത്തു അവളോട് ചോദിച്ചു. അതല്ലടി കാത്തു, എനിക്കെന്തോ കിച്ചുവേട്ടനെ ഫേസ് ചെയ്യാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. വെളുത്തു തൊടുത്ത ആൾക്കാരുടെ ഇടയിൽ നിന്നും വന്നതല്ലേ. ഈ ഇരുണ്ട നിറത്തിലുള്ള എന്നെ ഇഷ്ടാവോ? പണ്ട് എന്നോടുണ്ടായിരുന്ന വാത്സല്യമൊക്കെ ഈ കോലത്തിൽ കണ്ടാൽ എന്നോട് തോന്നുമോ? നന്ദു വളരെ പതിന സ്വരത്തിൽ അവളോട് പറഞ്ഞു. ദേ നന്ദു, വെറുതെ നീ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. നിനക്കെല്ലാം ആവശ്യത്തിൽ കൂടുതൽ തന്നതിൻ്റെ അഹങ്കാരമാണ് നിനക്ക്. നീ സുന്ദരിയാണ് സുന്ദരിയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വായിൽ നിന്ന് കേട്ടില്ലെങ്കിൽ നിനക്കിപ്പോൾ ഒരു രസവും ഇല്ലല്ലേ. അതും പറഞ്ഞുകൊണ്ട് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് കാത്തു പുറത്തെ വാഷ് ബേസിലേക്ക് നടന്നു. കാത്തു അവളോട് ദേഷ്യപ്പെട്ടതിലും കാര്യമുണ്ട്. ഇരുണ്ട നിറമാണെങ്കിലും നന്ദിത ഒരു അപ്സരസ് തന്നെയാണ്. നല്ല വട്ടമുഖമാണ് അവൾക്ക്. ഉണ്ട കണ്ണുകളും വിടർന്ന കൺപീലിയും ചുവന്നു തൊടുത്ത ചുണ്ടുകളും ചിരിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന കവിളത്തെ നുണക്കുഴികളും അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അവളിലേക്ക് ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. മുട്ടറ്റമുള്ള മുടികളാകട്ടെ അവളുടെ സൗന്ദര്യത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. ആ ഇരുണ്ട നിറം തന്നെയാണ് അവളുടെ അഴക്. അതവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കാത്തു പലവട്ടം ശ്രമിച്ചതുമാണ്. അപ്പോഴേക്കും കിച്ചു താഴെ എത്തിയിരുന്നു. കുളി കഴിഞ്ഞു വന്ന അവൻ്റെ തലയിൽ മുത്തശ്ശി രാസ്നാദി തിരുമ്മിക്കൊടുത്തു. ഇതൊക്കെ എന്തിനാണ് മുത്തശ്ശി? ഇവിടുത്തെ വെള്ളം നിനക്ക് പരിചയമില്ലല്ലോ. അസുഖം വരാതിരിക്കാനാണ് കുട്ടി ഇത്. അവൻ മുത്തശ്ശിയെ എതിർക്കാൻ നിന്നില്ല. എന്നാ വന്നോളൂ കുട്ടി, കഴിക്കാം. അവനും മുത്തശ്ശിയും ടേബിളിലേക്ക് നടന്നു. ടേബിളിൽ വച്ചിരിക്കുന്ന വിഭവങ്ങൾ കണ്ട് കിച്ചുവിന് ദേഷ്യമാണ് വന്നത്. മുത്തശ്ശി, ആരാ ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത്? എനിക്കിതൊന്നും വേണ്ട. എന്താ കുട്ടി നീ പറയുന്നത്? നിന്റെ ഇഷ്ടം എന്തൊക്കെയാണെന്ന് ഞാൻ രാവിലെ സുമിത്രയെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ ഇതൊക്കെയാണല്ലോ പറഞ്ഞത്. മമ്മിക്ക് ഇതൊക്കെ ഉണ്ടാക്കാനേ അറിയൂ, അതുകൊണ്ട് ഞങ്ങളുടെ ഇഷ്ടം ഇതായിപ്പോയി. ഇപ്പോൾ എനിക്കിതല്ല വേണ്ടത്. എനിക്കിപ്പോൾ നല്ല മൊരിഞ്ഞ ദോശയാണ് കഴിക്കാൻ തോന്നുന്നത്. നിന്റെ ഇഷ്ടം പോലെ ഞാൻ അവരോട് ദോശ ഉണ്ടാക്കാൻ പറയാം. നന്ദു, മോളെ നന്ദു, ഒന്നിങ്ങ് വരുമോ? നന്ദു എന്ന പേര് കേട്ടതും കിച്ചു ഒന്ന് തരിച്ചു പോയി. അവൻ അടുക്കള വശത്തേക്ക് നോക്കി നിന്നു. വരുന്നത് തൻ്റെ കളിക്കൂട്ടുകാരി നന്ദു തന്നെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണേ. അടുത്ത പാർട്ട് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിന് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം.